ഹലോ ഫ്രണ്ട്സ്, കാതോട് കാതോടത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ രാവിലെ ബസ് നെറ്റെല്ലാം കഴിഞ്ഞ് പിറ്റേ ദിവസം രാവിലെ അടുക്കളയിൽ നിൽക്കുകയാണ് കേട്ടോ അനിലിൻ്റെ അമ്മ. അപ്പോൾ ഉടനെ തന്നെ അനിൽ വന്ന് പറയുന്നുണ്ട്, അമ്മേ എനിക്കൊരു ചായ വേണമെന്ന്. ചായയോ? അതിന് നീ നിൻ്റെ കെട്ടിയവളടുത്ത് പോയി പറയടാ. അവളോ? അവൾ ചായ ഇട്ടെന്ന് എന്നെ. എന്താടാ അങ്ങനെ? അയ്യോ നീ എന്താ ഉറങ്ങിയില്ലേ? ഞാൻ ഉറങ്ങിയില്ല അമ്മേ ഇന്നലെ. അയ്യേ അല്ല അമ്മ ഇങ്ങനെ ഉദ്ദേശിക്കുന്ന പോലൊന്നും അല്ല. അവൾ എന്നെ ഇന്നലെ ഉറക്കിയില്ല. അവൾ നമ്മൾ വിചാരിക്കുന്ന പോലെ ആളല്ല അമ്മേ. എടാ ഞാൻ കരുതി രാവിലെ കുളിച്ച് റെഡിയായി വന്ന് ഒരു ഗ്ലാസ് ചായയൊക്കെ ഇട്ടിട്ട് വിളക്കെല്ലാം കൊളുത്തി അമ്മേനെ വന്ന് വിളിക്കുമെന്ന്. ഇതിപ്പോൾ ഒന്നും നടക്കണ ലക്ഷണം ഇല്ലല്ലോ എന്ന് പറയണം കേട്ടോ. അപ്പോൾ അനിൽ പറയണം, അമ്മ അവൾ അത്തരത്തിലുള്ള പെണ്ണല്ല. ഇന്നലെ എന്നെ ശരിക്കും പേടിപ്പിച്ചു. എന്താണെന്നറിയോ, അമ്മ പറഞ്ഞില്ലേ 10 കാമുകിമാരെ എനിക്കുണ്ടെന്ന്. അതിൽ കയറി പിടിച്ചിരിക്കുകയാണ് അവൾ. ഇനി അത് രാത്രിയായപ്പോൾ അതാരാ എന്താണെന്നെല്ലാം ചോദിച്ചു. ഞാൻ എവിടെ നിന്നിട്ട് പറയാം. അതിൻ്റെ പേരിൽ അവൾ വഴക്ക് തുടങ്ങി. അപ്പോൾ ഞാൻ അവസാനം കണ്ണി കണ്ട ഏതൊക്കെയോ പേരുകളങ്ങ് പറഞ്ഞു. നീ ആരുടെയൊക്കെ പേരാടാ പറഞ്ഞത്? ഞാൻ കുറേ സിനിമാ നടിമാരെയൊക്കെ പേര് പറഞ്ഞു. അതൊന്നും അവൾ വിശ്വസിക്കുന്നില്ല. അവസാനം അവരെവിടെയായി താമസം, അവരെ വീടെവിടെ, നാടെവിടെ? അയ്യോ എനിക്കറിയില്ലമ്മേ. ഞാൻ എങ്ങനെയെങ്കിലും വല്ലവിധനെ ഉറങ്ങിക്കിട്ടി. അത്ര തന്നെ എനിക്കറിയുള്ളൂ. ഒരു കാര്യം എനിക്ക് മനസ്സിലായമേ, ഞാൻ പെട്ടുപോയി, അത്രയും മതിയല്ലോ. അപ്പോൾ അതേ കാഞ്ചന ആ വേഷം പോലും മാറാതെ തലേ ദിവസത്തെ സാരിയിൽ ഇങ്ങനെ അടുക്കളയിൽ വരാണ്. വന്നിട്ട് പറഞ്ഞു, അമ്മേ അനിലേട്ട ഇവിടെ വന്ന് നിൽക്കുകയാണോ? അമ്മേ മധുരം കുറച്ച് എനിക്ക് സ്ട്രോങ് ആയിട്ടുള്ളൊരു ചായ തരുമോ? നമ്മളവിടെ ഹാളിൽ ഇരിക്കാമേ. വാ അനിലേട്ടാ എന്നും പറഞ്ഞുകൊണ്ട്. നില്ല എന്താ അനിലേട്ടാ, വാ അവിടെ പോയിരിക്കാം എന്നും പറഞ്ഞ് അനിലിനെയും വിളിച്ചും കൊണ്ട് ഹാളിലേക്ക് പോയിരിക്കും. ഇവർ അന്തം വിട്ട്, ദൈവമേ അവൾക്കും കൂടെ ഞാൻ ഇനി ചായ ഇട്ട് കൊടുക്കണമല്ലോ എന്ന് പറഞ്ഞു. എന്നിട്ട് പിടിച്ചുകൊണ്ട് പോയിട്ട് പറഞ്ഞു, എടി കാഞ്ചനെ എനിക്ക് ജോലിക്ക് പോകണം. ജോലിക്കൊന്നും പോകണ്ട, 1 മാസം ജോലി ലീവ് എടുക്കണം. നമുക്ക് ഹണിമൂണിനൊക്കെ പോകണ്ടേ? അതോ ഇനി കാമുകിമാർ സമ്മതിക്കത്തില്ലേ? വീണ്ടും രാവിലെ തുടങ്ങിയിട്ടും അയാളെ മനസ്സൊക്കെ വിഷമിപ്പിച്ച് അവസാനം അയാൾ പറഞ്ഞിട്ടുണ്ട്, കാഞ്ചനെ ഞാൻ വീണ്ടും നിൻ്റെ അടുത്ത് ഒരു നഗ്ന സത്യം പറയാട്ടോ. എന്താ? എനിക്ക് 10 കാമുകിമാരൊന്നുമില്ല, അതൊക്കെ വെറുതെയാ, അമ്മ ചുമ്മാ പറഞ്ഞതാ എന്ന് പറയും. ഇത് കേട്ടിട്ട് ചായയും കൊണ്ട് അങ്ങോട്ട് വരണുണ്ട് അമ്മ. അപ്പം അമ്മയും പറയുന്നുണ്ട്, മോളെ ഞാനത് വെറുതെ പറഞ്ഞതാണ്. ഇനി ആരും എന്നോടൊന്നും പറയണ്ട, ഒരു കള്ളത്തിലും എനിക്ക് പറയണ്ട. നിങ്ങൾ 5ാമത്തെ പേര് പറഞ്ഞ എന്താ? നന്ദിനി. അവളുടെ വീട് എവിടെയാ? അയ്യോ എനിക്കറിയില്ല. നന്ദിനി പശുവിൻ്റെ കാര്യമാണോ? കാമുകിയുടെ കാര്യമാണ് ഞാൻ ചോദിക്കുന്നത്. എടേ അങ്ങനെ ഒരാളില്ല. ഉണ്ട്. നിങ്ങൾ ഇന്നലെ പറഞ്ഞ ഞാൻ എല്ലാം നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, ഓരോരുത്തരുടെ പേരും സ്ഥലവുമെല്ലാം. എനിക്ക് അവളെ കാണണം. എന്തിനാ? കണ്ടേ പറ്റൂ. ഇല്ല ഒന്നീ ഇങ്ങോട്ട് വരാൻ പറ, ഇല്ലെങ്കിൽ ഞാൻ അവളുടെ വീട്ടിലേക്ക് പോകും. ഒരു കാര്യം ചെയ്യും, നാളെ രാവിലെ 10 മണിക്ക് അവിടെ സ്റ്റേഡിയത്തിൻ്റെ ഫ്രണ്ടിൽ അവളോട് വരാൻ പറ, എനിക്ക് സംസാരിക്കണം എന്ന് പറഞ്ഞ് കാഞ്ചൻ അയാളുടെ വേറിട്ട് ശരിയാക്കട്ടോ. ആ സമയം കുറച്ച് അമ്മയോട് പറഞ്ഞു, അമ്മ ഈ ചായയിലെ എനിക്ക് കുറച്ച് വിഷം കൂടി കലക്കിത്താ എന്ന് പറയാനുണ്ട്. അപ്പോൾ അയാൾ ഉടനെ കാഞ്ചന പറയട്ടോ, വിഷം കുടിക്കാനുള്ള സമയമൊന്നും ആയില്ല, സമാധാനമായിട്ടിരിക്കുക എന്ന് എന്നിട്ട് അമ്മയോട് പറയണം, അമ്മേ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കി വെക്കുക, എനിക്ക് വിശക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് എണീറ്റ് ഒറ്റ പോക്ക് കാഞ്ചന. അപ്പോൾ അനിൽ വിചാരിക്കണം കേട്ടോ, മൃഗങ്ങൾക്ക് പോലും ഇതിനേക്കാളും നല്ല രീതിയിൽ നടക്കാനും പെരുമാറാനും അറിയാം, ഇത് എന്തൊരു ജന്മമാണാവോ എന്ന് വിചാരിക്കട്ടോ. പിന്നെ കളിക്കുക നമ്മുടെ രാജേന്ദ്രനാണ് കേട്ടോ. രാജേന്ദ്രൻ നേരെ ബാങ്കിലേക്ക് വരുന്നുണ്ട്. എങ്ങനെയെങ്കിലും ലോൺ ജപ്തി ഒഴിവാക്കി തരണം, എൻ്റെ ഭാര്യയും മക്കളുമൊക്കെ വഴിയിലായി പോകുന്ന സങ്കടം പറയുകയാണ് കേട്ടോ. അപ്പോൾ അയാൾ പറയുന്നുണ്ട്, രാജേന്ദ്ര ഇനി നമുക്കൊന്നും നീട്ടി വയ്ക്കാൻ പറ്റില്ല, 3 ദിവസത്തിനകം എന്തെങ്കിലും ചെയ്യണം, ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ MD പോയി കണ്ട് സംസാരിക്കുക, എന്തെങ്കിലും നീട്ടി കിട്ടുമെന്ന്. ശരിയെന്നും പറഞ്ഞ് അകത്തേക്ക് ചെല്ലുക കേട്ടോ. അങ്ങനെ ചെന്ന് MD കാണാൻ ചെല്ലുമ്പോൾ രാജേന്ദ്രൻ ഞെട്ടി പോവാട്ടോ. ശേഖരനാണത്, നമ്മുടെ അഞ്ജലിയുടെ അച്ഛൻ. ഈ അഞ്ജലിയുടെ അച്ഛനും നമ്മുടെ ഇയാളുമായിട്ട് രാജേന്ദ്രനുമായിട്ട് പണ്ട് മുതലേ ഒരു ശത്രുത ഉണ്ടല്ലോ. ഇവരൊരുമിച്ചായിരുന്നു ബിസിനസ്സും കാര്യങ്ങളും നടത്തിയിരുന്നത്. എന്നിട്ട് ഇയാൾ തന്നെ രാജേന്ദ്രനെ കുറേ പണമൊക്കെ പറ്റിച്ചിട്ട് പോയി. ആ വിശ്വാസത്തിൽ അയാൾ അടിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അവിടുന്ന് പിണങ്ങി ഇറങ്ങി ഇയാൾ പോയതാണ് കേട്ടോ. അപ്പോൾ പിന്നീട് ഇപ്പോഴാണ് കാണുന്നത് ഇയാൾ. അപ്പോൾ രാജേന്ദ്രന് ഇയാളെ കാണുമ്പോൾ പറഞ്ഞു, അയ്യോ ശേഖര നീയായിരുന്നു? അതെ എനിക്കറിയാം നീ ഇപ്പോൾ വരൂ എന്നുള്ള കാര്യം, നിൻ്റെ വീടും കിടപ്പാടും ഒക്കെ പോകാറായില്ലേ? പക്ഷേ എനിക്ക് ഒരു അലിവും ഉണ്ടാവില്ല, മര്യാദയ്ക്ക് നീ പൈസ അടയ്ക്ക്, എന്നിട്ട് മാത്രമേ ആധാരമൊക്കെ തിരിച്ചു തരുള്ളൂ എന്ന് അയാൾ വരട്ടുന്നുണ്ട്. നീ ഇപ്പോൾ വന്നത് എനിക്ക് മനസ്സിലായി, പഴയതൊക്കെ മറക്കണം, എന്നോട് ക്ഷമിക്കണം എന്നൊക്കെ പറയാനല്ലേ. ഞാൻ പഴയതൊന്നും മറക്കില്ല, എനിക്കതിന് കഴിയേയില്ല. പിന്നെ അന്ന് നീ ഓർമ്മയുണ്ടല്ലോ, നീ എന്നെ പട്ടിയെ പോലെയാ തല്ലി ഓടിച്ചത്. അല്ല അത് നീ എൻ്റെ നിന്ന് പൈസ പറ്റിച്ചിട്ട് പോയതല്ലേ ശേഖര, അതുകൊണ്ടല്ലേ? അതൊക്കെ പച്ചക്കള്ളം, ഞാൻ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. നമ്മൾ ഒന്നിച്ച് ബിസിനസ് ചെയ്തിരുന്നതാണ്. എന്നിട്ട് വെറും കൈയോടെ ഞാൻ അവിടെ നാണം കെട്ട് പടിയിറങ്ങി വന്നില്ലേ, അന്ന് ഞാൻ മനസ്സിൽ ലക്ഷ്യം കണ്ടതാണ്, എന്നെങ്കിലും ഒരിക്കൽ നിന്നെക്കാളും വലിയവനാവും ഞാൻ, നിന്നെ എൻ്റെ കാൽ കീഴിലെത്തിക്കും എന്ന് ഞാൻ മനസ്സിൽ വിചാരിച്ചിരുന്നു.
ഇന്ന് ഞാൻ ഏറ്റവും മുകളിലാണ് നിൽക്കുന്നത്, മനസ്സിലായോ? ഞാൻ വിജയിച്ചു എന്നിങ്ങനെ അയാൾ ഭയങ്കര വാശിയോടെ പറയുക. അപ്പോൾ പറയണം, ശേഖര ഞാൻ പറയണം നിന്നെ ഒന്ന് കേൾക്കണം, എനിക്കൊന്നും കേൾക്കേണ്ട ആവശ്യമില്ല. നിൻ്റെ ഭാര്യ മക്കളും തെരുവിലേക്ക് ഇറങ്ങണമെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം? ഇറങ്ങട്ടെ, അങ്ങനെ തന്നെ വേണം, അതാണ് വേണ്ടത്, അതിന് വേണ്ടി തന്നെയായിരുന്നു എൻ്റെ ശ്രമം എന്ന് ഇയാൾ പറയാം. അവസാനം നിവർത്തി കേട്ടോ അയാൾ പുറത്തിറങ്ങി പോകുന്നുണ്ട് കേട്ടോ. പിന്നെ കാണിക്കണത് രാഖിനെയാണ്. രാഖി സങ്കടം കൊണ്ടിരിക്കുകയാണ് കേട്ടോ അച്ഛൻ്റെ അവസ്ഥ അറിഞ്ഞിട്ട്. മാലു വന്ന് ചോദിക്കുന്നുണ്ട്, എടി നിനക്ക് എന്താ വയ്യായികയുണ്ടോ? നീ എന്തോ വല്ലാണ്ടിരിക്കണേ? ഒന്നുമില്ലമ്മേ, എനിക്ക് ചെറിയൊരു തലവേദനയാണ്. എന്നാൽ ഒരു കാര്യം ചെയ്യും, നീ ഭക്ഷണം കഴിക്കുക, ഭക്ഷണം കഴിച്ച് കുറച്ച് വെള്ളമൊക്കെ കഴിക്കുമ്പോൾ അസുഖമൊക്കെ മാറും, ചെല്ല് എന്ന് പറയാം. അവസാനം അവിടെ ഇരുന്നിട്ട് രാഖി വിചാരിക്കുന്നുണ്ട്, പാവ അച്ഛനെ എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്തണം, എത്ര നാളിത് മറച്ച് വെക്കാൻ പറ്റും, അർജുനേട്ടനോടൊന്ന് പറയാം എന്നും പറഞ്ഞ് പെട്ടെന്ന് ഫോൺ എടുക്കണം കേട്ടോ. അങ്ങനെ ഫോൺ എടുത്തിട്ട് അർജുനെ വിളിക്കുന്നുണ്ട്. അപ്പോൾ അർജുനാണെങ്കിൽ, അയ്യോ രാഖിയാണല്ലോ, എന്തു പറ്റി? അതെ അർജുനേട്ടാ, ഇപ്പോൾ എവിടെയുണ്ട്? ഞാനിവിടെ തോട്ടത്തിലുണ്ടടി. അല്ല അർജുനേട്ടനെ എനിക്കൊന്ന് കാണണം. എന്താ പ്രശ്നം? നീ എന്താ വല്ലാണ്? ഇല്ല, എനിക്ക് കണ്ടേ പറ്റുള്ളൂ, കരയാട്ടോ. ശരി, നീ എന്നാ ഇങ്ങോട്ട് വന്നേരെ എന്ന് പറയാനുണ്ട്. ഫോൺ വയ്ക്കുമ്പോൾ അർജുനും വിചാരിക്കണം, ഇവൾ കരയാണല്ലോ, എന്താവും പ്രശ്നം എന്നും ഇങ്ങനെ വിചാരിക്കട്ടോ. ഈ സമയം തന്നെ നമ്മുടെ അഞ്ജലിനെ അച്ഛനെയും കാണിക്കുന്നുണ്ട് കേട്ടോ. അഞ്ജലി ഭയങ്കര ശ്രീ ലാളിതയായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. കാരണം ഇതൊരിപ്പോൾ ഒരു ട്രാപ്പാണല്ലോ. അപ്പോൾ അച്ഛനാണെങ്കിൽ വന്ന് മോളോട് പറയുന്നുണ്ട്, ഇനി നോക്കിയോ മീനും അർജുനും നമ്മുടെ കാൽ കീഴിൽ വരും. രാജേന്ദ്രൻ പോയി എന്തായാലും പറയാതിരിക്കില്ല വീട്ടുകാർ. 2 ദിവസത്തിനകം ജപ്തിയാകുമ്പോൾ വീട്ടുകാരെല്ലാവരും അറിയുമല്ലോ. അപ്പോൾ ഇവർ കാല് പിടിക്കാൻ വേണ്ടി വരട്ടെ. അപ്പോൾ അച്ഛൻ ഒരു കാര്യം ചെയ്യണം, അർജുൻ എൻ്റെ അടുത്തേക്ക് പറഞ്ഞു വിടണം. 2 പേരും തെറ്റിക്കാനുള്ള വഴി എനിക്കറിയാം. എന്താ മോള് കണ്ടുപിടിച്ച് വെച്ചിരിക്കുന്നത്? അതല്ല, അതച്ഛ അറിയണ്ട, അത് ഞാൻ ചെയ്തോളാം എന്ന് പറയട്ടോ. അപ്പോൾ അയാൾ പറയുന്നുണ്ട്, ഇപ്പം നമ്മൾ ശരിക്കും വിജയിച്ചു മോളെ, ഇപ്പം മോള് വിജയിച്ചു, ഉറപ്പ്. ഈ ഒരു ഗെയിമിൽ നമ്മൾ തന്നെ ജയിക്കും. അവസാനം അവർ നമ്മുടെ അടുത്ത് എത്തിയല്ലോ, വരും, അർജുനും വരും, മീനുവും വരും, എല്ലാവരും വരും എൻ്റെ അടുത്ത് എന്ന്. അങ്ങനെ അവർ രണ്ടുപേരും കൂടെ അച്ഛനും മോളും കൂടെ സന്തോഷിച്ചിരിക്കട്ടോ. പക്ഷേ ഈ അർജുനാണെങ്കിൽ അവർക്കൊന്നും അറിയില്ലല്ലോ സംഭവം. ഈ സമയം രാഖി വരുന്നുണ്ട് കേട്ടോ അർജുനെ കാണാനായിട്ട്. അപ്പോഴാണ് മീനു ഭക്ഷണവും കൊണ്ട് വരുന്നത് അർജുന്. അപ്പോൾ രാഖി പെട്ടെന്ന് മാറി ഒളിച്ച് നിൽക്കുകയാണ്. ചേച്ചി ഇവിടെ ഉണ്ടായിരുന്നോ? ചേച്ചിയുടെ ഉപയോഗിച്ച് ഇത് പറഞ്ഞാൽ അച്ഛൻ്റെ അവസ്ഥയൊക്കെ അറിയില്ലേ, അവർക്ക് വിഷമാവില്ലേ? ഒരു കാര്യം ചെയ്യാം, മാറി നിൽക്കാം, ചേച്ചി പോയി കഴിഞ്ഞതിന് ശേഷം അർജുനായിട്ട് സംസാരിക്കാമെന്ന് പറയാം. ഇവിടെ രണ്ടുപേരും കൂടെ ഫുഡ് കൊണ്ടുവന്ന് കഴിക്കുന്നതിനെ പറ്റിയൊക്കെ സംസാരിക്കണം. അപ്പം മീനുവിനോട് പറയാനുണ്ട്, നീ ഇങ്ങനെയാണെങ്കിൽ നീ എന്നും എനിക്ക് സ്കൂളിൽ പോവാതെ ആഹാരം കൊണ്ട് തരേണ്ടി വരും മീനു എന്ന് പറയാട്ടോ. പിന്നെ ഞാൻ വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം എന്നൊക്കെ പറഞ്ഞ് അവരുടെ രസ നിമിഷങ്ങൾ കുറച്ച് നേരം കഴിയണം. അതിനിടയ്ക്ക് അവിടെ ഒരു വെണ്ടത്തോട്ടത്തിൻ്റെ ഇടയിലേക്ക് ഒളിച്ച് നിൽക്കാൻ കേട്ടോ രാഖി. അങ്ങനെ മീന് പോകുമ്പോൾ രാഖീനെ നമ്മൾ അർജുൻ കാണുന്നുണ്ട്. അപ്പോൾ മീന് ഓടി വന്നിട്ട് രാഖി ചോദിക്കുന്നുണ്ട്, എന്താ നീ ഇവിടെ മാറി നിന്ന്, ചേച്ചി വന്നിട്ട് പോയില്ലേ? അർജുനേട്ടാ, ചേച്ചി അറിയാത്തൊരു കാര്യം പറയാനാ. എന്താ കാര്യം? അത് അച്ഛന് വയ്യ, തീരെ സുഖമില്ല. ഹോസ്പിറ്റലാണോ? അല്ല, സീരിയസ് ആണ്. സീരിയസോ? എന്താ കാര്യം? അപ്പോഴാണ് പറയണത്, ഇങ്ങനെ കുറച്ച് നാളായിട്ട് ട്രീറ്റ്മെൻറ്റിലായിരുന്നു. ഞാനിപ്പോഴാണ് അറിഞ്ഞത്. വീട്ടിൽ വേറെ ആരോടും അച്ഛൻ പറഞ്ഞിട്ടില്ല. അതിന് വേണ്ടിയിട്ട് ഒരുപാട് കാശും ഒക്കെ ചിലവാകുന്നുണ്ട്. അച്ഛൻ ഇതെല്ലാം ഒളിച്ചു വെച്ചിരുന്നു. നിസ്സാര അസുഖമല്ല, നമുക്ക് എന്തെങ്കിലും ചെയ്തേ പറ്റുള്ളൂ, ആരോടും പറയണ്ട. ചേച്ചിയോട് ഒന്നും പറയല്ലേ അർജുനായിട്ട്, അവർക്ക് സങ്കടമാവും. അതിന് അച്ഛനെ ഒന്ന് കാണണം, സംസാരിക്കണം എന്നൊക്കെ പറയും. ശരി, നീ പൊക്കോ, ഞാനതെല്ലാം ശരിയാക്കിക്കൊള്ളാമെന്ന് പറയാം. പിന്നെ രാജേന്ദ്രനെ പോയി കാണുക കേട്ടോ നമ്മളെ അർജുൻ. അപ്പോൾ രാജേന്ദ്രനോട് സുഖമാണല്ലോ എന്നൊക്കെ ചെയ്യുമ്പോൾ സുഖമാണെന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും പിന്നെ എന്തിനാ അസുഖമൊന്നും ഇല്ലെങ്കിൽ പിന്നെ എന്തിനാ ഹോസ്പിറ്റലിൽ പോകുന്നതെന്ന് അർജുനൻ ചോദിക്കുന്നുണ്ട്. അല്ല, അത് ഇനി ഒന്നും മറച്ച് വെക്കേണ്ട മാമ, രാഖി ഒന്ന് എന്നോട് എല്ലാം പറഞ്ഞു. അപ്പോൾ അയാൾ സങ്കടത്തോടെ പറയാനുണ്ട്, രാഖിക്ക് സഹിക്കാൻ പറ്റണില്ല, അവൾ ഭയങ്കര വിഷമത്തില്ല, അവൾ മാത്രമേ അറിഞ്ഞിട്ടുള്ളൂ, എന്നെ രക്ഷപ്പെടുത്താൻ പറ്റുമെന്ന് തോന്നണില്ല മോനെ എന്നെല്ലാം ഇങ്ങനെ പറഞ്ഞിട്ട്, ഇനി അടുത്ത തവണ ഹോസ്പിറ്റലിൽ പോകുമ്പോൾ മാമ ഞാനും കൂടെ വരാം, നമുക്ക് വേറെ ഏതെങ്കിലും ഹോസ്പിറ്റലിൽ ചെക്കപ്പൊക്കെ നടത്തി ഒക്കെ ചെയ്യാം എന്ന് ശരി എന്നൊക്കെ പറഞ്ഞ് പിരിയുന്നുണ്ട് കേട്ടോ. അതിനിടയ്ക്ക് തന്നെ ഇയാൾ പറയാനുണ്ട്, എനിക്ക് കുറച്ച് ദിവസം നിങ്ങളെല്ലാവരും കൂടെ എൻ്റെ വീട്ടിൽ വന്ന് നിൽക്കണം, എനിക്കൊരാഗ്രഹം മക്കളോടും മരുമക്കളോടൊക്കെ നിൽക്കാനായിട്ട്. ശരി മാമ എന്ന് പറയുന്നുണ്ട്. പിന്നെ മാമന് കാശ് എന്തെങ്കിലും വേണമെന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. ഒന്നും വേണ്ടാന്ന് പറയണമെങ്കിലും എന്തെങ്കിലും ആവശ്യമോ ബുദ്ധിമുട്ടോ കടവോ ഉണ്ടെങ്കിൽ എന്നോട് പറയണേ. അപ്പോൾ ഉടനെ തന്നെ രാജേന്ദ്രൻ, മോനെ ഞാൻ വലിയൊരു കെണിയിൽ പെട്ടിരിക്കുക, ആ കുഴിയിൽ നിന്ന് എനിക്ക് ഇനി കര കയറാൻ പറ്റില്ല. എന്താ മാമ പറയുന്ന കാര്യം പറ. അതെ, എൻ്റെ ഈ ഒരു ചികിത്സയ്ക്ക് വേണ്ടി ഒരുപാട് പൈസ വേണ്ടി വന്നു. അതിനുവേണ്ടി ഞാൻ എൻ്റെ കിടപ്പാടം പോലും പണയം വെച്ചു, ഒരു ആധാരമൊക്കെ കൊണ്ടുവച്ചു. അതൊരു ബ്ലൈഡ് കമ്പനി ആയിരുന്നു മോനെ. ഇപ്പോൾ അവരെന്നെ ചതിക്കുന്നെന്ന് തോന്നുന്നേ. ഇനിയിപ്പോൾ ജപ്തി ആവാറായി, 2-3 ദിവസത്തിനകം ബാക്കി പൈസ അടച്ചില്ലെങ്കിൽ ആധാരം തരില്ല. അത് ഞാൻ ആ MD ഒക്കെ പോയി കണ്ടിരുന്നു. ഒരു ശേഖരൻ എന്ന് പറയുന്നവന്, അവനാണെങ്കിൽ എന്നോട് വിരോധവും ഉണ്ട്. പണ്ടുള്ള വ്യക്തി വൈരാഗ്യത്തിൻ്റെ പേരിലായിരിക്കും അവനത് പിടിച്ചു വെച്ചേക്കുന്നത്. ശേഖരനോ? അതേത് ശേഖരൻ എന്ന് ചോദിക്കും. അപ്പം നാട്ടിലെ പ്രമാണിയാണ്, ഒത്തിരി നല്ല കോടീശ്വരനും ആണെന്നവൻ എന്ന് പറയും. പെട്ടെന്ന് അർജുൻ മനസ്സിൽ ആലോചിക്കുന്നുണ്ട്, ഇനി അഞ്ജലിയുടെ അച്ഛൻ ശേഖരനാണോ എന്ന്
ചിന്തിക്കുന്നുണ്ട്, ചോദിക്കുന്നില്ല. അപ്പോൾ പറയാനുണ്ട് മാമൻ പേടിക്കണ്ട, നമുക്ക് അവരെ പോയി കാണാം, ഞാൻ പോയി കണ്ട് സംസാരിക്കാം, എന്താ നോക്കട്ടെ എന്ന് പറയാം. അങ്ങനെ സമാധാനിപ്പിക്കുക കേട്ടോ. അങ്ങനെ നേരെ വീട്ടിൽ വന്നിട്ട് മീനും അർജുനും കൂടെ അഖിലയുടെയും ഗൗതത്തിൻ്റെയും കാര്യങ്ങൾ സംസാരിക്കുന്നു. അവരെങ്ങനെയെങ്കിലും ഒരുമിച്ച് പോയാൽ മതിയായിരുന്നു, ഇപ്പോൾ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാന്ന് തോന്നണമെന്ന്. അപ്പോഴാണ് ഇവർ രണ്ടുപേരും അങ്ങോട്ട് വരുന്നത്. അപ്പം മീന് ചോദിക്കുന്നുണ്ട്, നിങ്ങളുടെ പിണക്കമൊക്കെ മാറിയോ? അങ്ങനെയൊന്നും മാറത്തില്ല എന്ന് ഗൗതം പറയുന്നുണ്ട്. ഉടനെ തന്നെ ഞാൻ വക്കീൽ നോട്ടീസ് അയക്കുന്നുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറയട്ടോ. അതിനിടയിൽ കൂടെ നമ്മുടെ അഖിലയും വിട്ടു കൊടുക്കുന്നില്ല. എന്നാൽ പിന്നെ നീ അയക്കടാ, കുറേ നാളുകൊണ്ട് നീ പറയല്ലേ, ഇതുവരെ ആയില്ലേ എന്ന് കളിയാക്കുന്നുണ്ട് അഖില. അപ്പോൾ തന്നെ ഉടനെ അർജുൻ പറഞ്ഞു, നിർത്ത്, അതൊക്കെ പിന്നത്തെ കാര്യം. ഇനി നിങ്ങൾ ഇന്ന് ഡ്രസ്സും കാര്യങ്ങളൊക്കെ കുറച്ച് പാക്ക് ചെയ്ത് വെച്ചോ. വീണ്ടും ടൂർ പോവാണോ ഏട്ടാ എന്ന് ഗൗതം. ഒരെണ്ണത്തിന് പോയത് എന്നെ സഹിക്കാൻ വയ്യ, ഇനി എനിക്കങ്ങ് വയ്യ, ഞാൻ വരുന്നില്ല എന്ന് ഗൗതം പറയാം. ടൂറൊന്നും അല്ല, നമ്മൾ കുറച്ചാൾ ഇവിടെ വീട്ടിൽ പോയി നിൽക്കുക. ഇവിടെ വീട്ടിലോ? ഞാൻ പോണില്ല, ഇവിടെ നിന്നിട്ട് അവൾക്ക് എന്നെ അനുസരിക്കാൻ വയ്യ. പിന്നെയാണ് ഇനി അവിടെ ചെല്ലുമ്പോൾ അവൾ പറയണത് പോലെ അവളെന്നെ ചവിട്ടി താഴ്ത്തും എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് ഗൗതം. അതൊന്നുമില്ല, നമുക്ക് പോയേ പറ്റുള്ളൂ, കുറച്ച് ദിവസം അവിടെ പോയി നിൽക്കണം. ഞാൻ ഇന്ന് രാജേന്ദ്ര മാമനെ കണ്ടിരുന്നു, മാമന് ആഗ്രഹമുണ്ട് നമ്മൾ പോയി നിൽക്കണമെന്ന്. അപ്പോൾ ഗൗതം ഇടഞ്ഞു നിൽക്കുന്നുണ്ട്. ഗൗതം പറയുന്നുണ്ട്, ഞാൻ വരില്ല, നിങ്ങളെല്ലാവരും കൂടെ പോയാൽ മതി, എന്നെ നോക്കേ വേണ്ട എന്ന് പറഞ്ഞ് ഗൗതം പിണങ്ങി പോവുകയാണ് കേട്ടോ. അങ്ങനെ അർജുൻ എന്തായാലും ഗൗതമിനോട് സത്യം തുറന്ന് പറയും. അങ്ങനെയെങ്കിലും ഗൗതം സമ്മതിക്കട്ടെ എന്നും പറഞ്ഞു കേട്ടോ. ഇതാണ് ഇന്നത്തെ എപ്പിസോഡിൽ. പുതിയൊരു എപ്പിസോഡ് വീണ്ടും വരും. ചാനൽ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.